വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഗുഡ് ഈവനിങ് എവരി വൺ. നന്ദികേശ വിരചിതം അഭിനയ ദർപ്പണം. നമസ്ക്രിയ. ആംഗികം ഭുവനം യസ്യ വാചികം സർവവാങ്മയം ആഹാര്യം ചന്ദ്രതാരാതി തം നമഃ സാത്വിക ശിവം. ഏതൊരു ദേവന്റെ ആംഗികം ലോകത്തിൻ്റെ മുഖ്യ ചലനമായി തീരുന്നുവോ, വാചികം സർവപദസമ്പത്തിനെയും ഉൾക്കൊള്ളുന്നുവോ, ആഹാര്യം ചന്ദ്രനക്ഷത്രാദികളായ ആഭരണങ്ങളായി തീരുന്നുവോ, അപ്രകാരം ഭവിച്ചയങ്ങുന്നവനും സാത്വികഭാവം പ്രകാശിപ്പിക്കുന്നവനുമായ ശിവനെ ഞാൻ വന്ദിക്കുന്നു. നാട്യോൽപത്തി. നാട്യവേദം ദതോ പൂർവം ഭരതായ ചതുർമുഖഃ തതശ്ച ഭരതാസാർത്ഥം ഗന്ധർവാപ്സരാം ഗണൈഃ. നാട്യം നൃത്തം തഥാ നൃത്യമഗ്രേ ശംഭോ പ്രയുക്തവാൻ പ്രയോഗമുക്തം സ്മൃത്വാ സ്വപ്രയുക്തം തതോഹര. താണ്ഡൂന സ്വഗണാഗ്രണ്യ ഭരതായ അന്യദീദശത് ലാസ്യമസ്യാഗ്രതാ പ്രീത്വാ പാർവത്യാ സമദീദശത്. ബുദ്ധ്വാ അഥ താണ്ഡവം താണ്ഡോ മർത്യോഭ്യോ മുനയോ അവദൻ പാർവതി തനുശാസ്തേ സ്മ ലാസ്യം ബാണാത്മജാമുഷാം. തയാ ദ്വാരവതി ഗോപസ്യത്താഭിഃ സൗരാഷ്ട്രയോഷിതഃ താഭിസ്തു തദ്ദേശീയാസ്തത ശിഷ്യതേ യോഷിത. ഏവം പരമ്പരാ പ്രാപ്തേ ലോകപ്രതിഷ്ഠിതം. അർത്ഥം: നാട്യവേദം ബ്രഹ്മാവ് ഭരതന് കൽപ്പിച്ചു കൊടുത്തതും ഭരതൻ ഗന്ധർവന്മാരെയും അപ്സരസുകളെയും കൂട്ടിച്ചേർത്ത് നാട്യം, നൃത്യം ഇവകളെ പരമശിവന് ആടിക്കാട്ടിക്കൊടുത്തതും ശിവൻ അത് കണ്ട് സന്തോഷിച്ച് അദ്ദേഹത്തിൻ്റെ സംഭാവനയായി താണ്ഡവ നൃത്തം ഭൂതഗണങ്ങളെക്കൊണ്ട് ഭരതനെ പഠിപ്പിച്ചു. അനന്തരം ലാസ്യനൃത്തം പാർവതിയിൽ നിന്നും ഭരതൻ പഠിച്ചു. തൻ്റെ ഇഷ്ടതോഴിയായ ഉഷയെ ബാണാസുരൻ്റെ പുത്രി പാർവതി ലാസ്യം പഠിപ്പിച്ചു. ഉഷ ആ കല സൗരാഷ്ട്ര പെൺകുട്ടികളെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ഇപ്രകാരം ലാസ്യനൃത്തവും ലോകമെങ്ങും പരന്നു തുടങ്ങി. താങ്ക് യു എവരി വൺ. താങ്ക് യു ഫോർ വാച്ചിങ്.